ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ NH66 പുതിയ അപ്ഡേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. കൊളപ്പുറം മുതൽ കുഴിച്ചന വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ്. അപ്പോൾ ലൈവ് അപ്ഡേഷനാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാം. ഇത് കൊളപ്പുറം ടൗണ് കഴിഞ്ഞ് കൂരിയാട് ഭാഗത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ്. ഇവിടെ വലിയ തോതിൽ മണ്ണെടുത്തിട്ടുള്ള ഗട്ട് സെക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ കാണുന്നത് പോലെ പാറ കല്ല് വെട്ടിയിട്ട് ചെങ്കല്ലായിട്ട് ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ സാധനം കിട്ടും. കുറച്ച് റേറ്റ് കൂടുതലാണ് ഇപ്പോൾ സാഹചര്യത്തിൽ. ഇവിടെ നിന്ന് നോക്കിയാൽ കൂരിയാട് ടൗണ് കാണാം. കൊളപ്പുറം ടൗണ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഇടതുവശമാണ് കൂടുതലായിട്ട് സ്ഥലം ഏറ്റെടുത്ത് റോഡായി വികസിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇടത് വശത്താണ് കൂടുതലും വിട്ട് JCB പോയി. ഈ ഭാഗത്ത് ഇടതുവശം ചേർന്ന് വയലിലേക്ക് ഇറങ്ങിയാണ് റോഡ് പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് വർക്കുകൾ തുടങ്ങിയതൊന്നും കാണുന്നില്ല. ഇത് പോയി നോക്കാം.
ആണ് നമ്മളെ കക്കാട്. ഇവിടൊക്കെ പൊളിച്ച് പോയിട്ടുണ്ട്. അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് റോഡ് പോകും. അങ്ങനെ ഫുഡല്ല അപ്പോൾ ഇതാണ് കക്കാട് ജംഗ്ഷൻ. ഇവിടെ തിരുരങ്ങാടി ഭാഗത്തേക്ക് ഒരു അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ ഇത് നടക്കുന്നുണ്ട്. ഇന്നലൊക്കെ ഇവിടെ JCB ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ കാണുന്നില്ല. എടുക്കണ്ടേ? റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് എടുക്കാം, ലെഫ്റ്റ് എടുക്കാം. റൈറ്റ് സർവീസ് റോഡ് പോയി കയറാം. സർവീസ് റോഡിൽ നിന്ന് കയറാം റൈറ്റ് വണ്ടി. സർവീസ് റോഡ് റെഡി. പണ്ട് കബറിലെ സ്ഥലങ്ങളാണ് വെച്ചത്. സുലൈമാൻ്റെ പെണ്ണുങ്ങൾ വീട്. അമ്മേൻ്റെ വീട്ടിൻ്റെ സ്ഥലം ഈ കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം അടുക്കളയിൽ കൂടെയാണ് പോണത്. നമ്മുടെ ഇതൊക്കെ ഒഴിഞ്ഞ പറമ്പില്ല ഇവിടെ. ഇതൊന്നും ഉണ്ടാക്കുന്ന പണിയില്ല. സ്ഥലം തന്നെ മാറിയില്ലേ? കാട്ടിക്കൂടിയുള്ള നമ്മൾ കണ്ട് ഇറങ്ങാൻ പറ്റുമോ? ചെറുമുക്ക് റോഡ് ഡീസൽ പോകണ്ടതിന് നമ്മളെ കമ്പർക്കെട്ട് ഓപ്പണിക്ക് റോഡല്ലേ? പണ്ട് ടീച്ചർ എടുത്തതിനവിടെ അവിടെ കാണണ്ടേ? മീൻകടൊക്കെ പോയിട്ടില്ല. കോഴിക്കട മീൻകായി ഫ്ലാറ്റ് വരില്ല. ബംഗാളികളെ ഇല്ല.
ഭാഗത്തൊന്നും പണികളൊന്നും കുറച്ചിട്ടില്ല. ഏത് ഇതൊന്നും പണികളെത്തിയിട്ടില്ല. പൊളിക്കുന്നല്ലോ ഒക്കെ ഫുള്ള് പൊളിക്കാനുള്ള കാഴ്ചയെടുക്കുന്ന പള്ളി. ഈ ഇടതുവശത്ത് കാണുന്നതാണ് വെന്നിയൂരുള്ള സൈറ്റ് ഓഫീസ്. അപ്പോൾ ഈ സൈറ്റ് ഓഫീസിൽ മെയിനായിട്ട് നടക്കുന്നത് കോൺക്രീറ്റ് മിക്സിംഗ് ആണ്. ഇതുപോലെ തന്നെ കൊഴിച്ചന ഒന്നുണ്ട്. കൊഴിച്ചനയിൽ മെയിനായിട്ട് ടാർ മിക്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ ഒരു സൈറ്റ് ഓഫീസ് നമ്മുടെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് കോഹിനൂർ ഭാഗത്തുണ്ട്. അതേപോലെ രണ്ടത്താണി കഴിഞ്ഞ് അവിടെ ഒരു സൈറ്റ് ഓഫീസുണ്ട്. ഈ ഒറ്റ റീച്ചിൽ തന്നെ 4-5 സൈറ്റ് ഓഫീസുണ്ട്. ഇപ്പോൾ നമ്മൾ കുഴിച്ചനല്ല, വെന്നിയൂർ ടൗണിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കടയിൽ നിന്നും ആളുകളൊക്കെ ഒഴിഞ്ഞു പോയി. ഇനി ബിൽഡിങ്ങുകൾ പൊളിക്കാൻ ബാക്കിയായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്കുകളൊക്കെ തുടങ്ങും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് മാറിയത്. വരും ദിവസങ്ങളിൽ ഈ ടൗണേ ഉണ്ടാവില്ല. വെന്നിയൂർ ഒഴികെയുള്ള എല്ലാ ടൗണുകളും ഇതിനകം പൊളിച്ചു കഴിഞ്ഞു. ഇനി വെന്നിയൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വെന്നിയൂരത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഭൂവുടമസ്ഥ അവകാശത്തെ ചൊല്ലിയുള്ള പഴയ ഒരു തർക്കമാണ്. അത് ഇതുവരെ സോൾവ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനകം അത് സോൾവായി. ഇനിയിപ്പോൾ പൊളിയിലേക്ക് കടക്കും.
അപ്പോൾ ഇന്ന് ഇതുവരെയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്.